ഇവിടെ വൻ സീനായി കൊടുത്ത അൽഫാം കഴിക്കാതെ അവിടെ വെച്ചേക്കുവാണ്. അവിടെ മാത്രം കാണിച്ചാൽ പോരല്ലേ, ഇവിടെ കൂടെ കാണിക്കണ്ടേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പം ഗൈസ്, നമ്മൾ ഇന്നൊരു നൈറ്റ് ഔട്ടിങ്ങിന് പോകാനായിട്ടാ. നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഒരു എന്താ പറയുക, ഒരു ഷോപ്പിങ്ങിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കറങ്ങാനോ ഒരു ട്രിപ്പിനോ ഒന്നും തന്നെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ നമ്മൾ ഭാവിയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകാഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുന്നത് ഒരു ഔട്ടിങ്ങിനാണ്. വെറും ഔട്ടിങ് അല്ല, ഒരു ഹോട്ട് ചലഞ്ചാണ് കേട്ടോ. അത് അവർക്കറിയത്തില്ല. അതായത് നമ്മളൊരു സ്പൈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൾട്രാ സ്പൈസി ആയിട്ടുള്ള ഒരു അൽഫാം കഴിക്കാനായിട്ട് പോവുകയാണ്. അതായത് ഞാൻ ആക്സിഡൻ്റലി വിഷന്നപ്പം ഒരു മാന്നാറിലുള്ളൊരു ഷോപ്പിൽ കയറി ഒരു അൽഫാം കഴിച്ചായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എരിവ് കഴിക്കുന്ന എനിക്ക് പോലും ഒരു എന്താ പറയണ്ടേ, പുകഞ്ഞ എരിഞ്ഞു പോയി. എൻ്റെ കൂട്ടുകാരനായിട്ട് ഞാൻ പോയി കഴിച്ചത്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു, ഭയങ്കര എരിവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ അവൾക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതായത് സാധാരണ ഒരു എരിവല്ല അത് ഭയങ്കരമായ കഠിനമായ ഒരു എരിവാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് അവളുമായിട്ട് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ റിയാക്ഷനും ഈ ഒരു ഔട്ടിങ് വീഡിയോ നിങ്ങളെന്തെങ്കിലും കാണും, ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലിട്ട് പോകാം. അപ്പോഴത്തെ നമ്മൾ ഇറങ്ങി നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അൽഫാം കഴിക്കാനല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഇതേ വന്നിരുന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും സംഭവം? നമ്മളെന്തുവാ പറഞ്ഞത്? ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് റൊമാലി ഷവർമാൻ ഒരുപാട് വെറൈറ്റി ഉണ്ട്, അൽഫാം തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, മന്തി തന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്, പിന്നെ ഇത് വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം നമ്മളെന്തൊക്കെയാലും കഴിക്കുന്നതിന് മുമ്പും കഴിക്കുന്നതിന് ശേഷമുള്ള വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം മുഖമൊക്കെ നോക്കി വെച്ചോ, എങ്ങനെ ഉണ്ടാവും. എൻ്റെ പള്ളി തീർച്ചയുള്ളൂ. അപ്പോൾ നമ്മളെന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യം എന്തെങ്കിലും കാണിച്ചു തരാം. നമ്മുടെ കാന്താരി അൽഫാം നമ്മുടെ കയ്യിൽ വന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു റീലിട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ, ഹിമാലയൻ 450യുടെ. അപ്പോൾ അതുകൊണ്ട് മാറ്റി വയ്ക്കാം. എങ്ങനെയുണ്ട് സാധനം? തിന്നുന്നതിന് മുമ്പ് കണ്ടിട്ട് പറയാൻ പറയണം. നമ്മുടെ സലാഡും ചട്നിയും അതിലുണ്ട്, മയണൈസും. നമുക്ക് കഴിക്കാം. എനിക്ക് ഞാൻ ചെറിയ പീസ് തരാം, വലിയ പീസ് തരാം. രണ്ടും ജസ്റ്റ് പീസാണ്. ഉണ്ട്, അടിയിലുണ്ട്. എൻ്റെ പൊന്നോ, 2 പീസ് എനിക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഒരെണ്ണം ഒടിച്ച് 2ആക്കി കൊടുത്ത്. ഇതാണ് നമ്മുടെ പീസ്. അപ്പോൾ കഴിച്ചിട്ട് എരിവോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. പിന്നെ സമ്മതിക്കാൻ കഴിക്കുമോ? കഴിച്ചിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. നല്ല ചൂടാ സാധനം. നിനക്ക് ഏത് ടൈപ്പ് ഫുഡാണ് ഇഷ്ടം? എരിവുള്ളതാണോ അതോ മധുരമുള്ള? ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഏതാ? മധുരമുള്ള. ഇപ്പം ഉദാഹരണത്തിന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഒരു അൽഫാം വെച്ചാൽ നീ ഏത് കഴിക്കും? അല്ല, സാധാരണയാണെങ്കിൽ മധുരപ്രിയാണ്. എന്തുവാ കൊള്ളാല്ലേ? കഴിച്ച് ഫുള്ള് കഴിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എന്താ പെട്ടെന്ന് സൈലന്റ് ആയിപ്പോയി? ഫുള്ള് ഇപ്പോഴേ കൊള്ളാം. പക്ഷെ രുചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരത്തില്ലായിരുന്നു. ബട്ട് രുചിയും പിന്നെ നല്ല ബാക്കി കാര്യം പിന്നെ പറയാം. ഇഷ്ടംപോലെ ചാറുണ്ടല്ലോ.
മാത്രം കാണിച്ചാൽ പോരല്ലേ, ഇവിടെ കൂടെ കാണിക്കണ്ടേ. എൻ്റെ അവസ്ഥ നോക്കിയേ. ഓ മൈ ഗോഡ്. നല്ല കിലോ ടേസ്റ്റാണ്. ഇവിടെ വൻ സീനായി. കൊടുത്ത അൽഫാം കഴിക്കാതെ അവിടെ വെച്ചേക്കുവാണ്. എൻ്റെ പാത്രം ഇവിടെ എല്ലാം തോലും പോലും ഇല്ല. നമുക്കിതൊന്നും വലിയ സീനുള്ള കാര്യങ്ങളല്ല. എങ്ങനെയുണ്ട്? ആൾക്കാർ ചുമ്മാ മയണൈസ് എടുത്ത് ഒഴി വയറ്റിലോട്ട്. ഓ എന്തൊക്കെയാലും അപാരമാണ് കേട്ടോ. പക്ഷേ പണ്ടത്തെ അത്ര എരിവൊന്നും ഇല്ല ഇപ്പം. ഞാൻ വന്നതിൻ്റെ അത്ര ഒന്നും. ഞാൻ വേണമെങ്കിൽ വിശ്വാസമില്ല ഒരു ക്ലിപ്പ് കാണിച്ചു തരാം എൻ്റെ കൂട്ടുകാരനായിട്ട് വന്ന് കഴിക്കുന്നതിൻ്റെ. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇത് നമ്മുടെ പെപ്സി കുടിക്കുകയാണ്. അങ്ങനെ കുടിക്കുക, ഒരു സ്റ്റാൻഡേർഡായിട്ട് കുടി. ഇങ്ങനെ ഓക്കെ സ്റ്റാൻഡേർഡായി. ഏത് കൊച്ചു പിള്ളേർ കുടിക്കുന്ന പോലെ. യെസ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഓപ്പണായിട്ട് പറ, എങ്ങനെയാണ് പരിപാടി? നമ്മുടെ അൽഫാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ആ ചിക്കൻ എരിയില്ല, അതല്ലേലും അങ്ങനെയാണല്ലോ. ചിക്കൻ്റെ ഉള്ളിൽ എന്തൊക്കെയാലും എരിവ് പോകത്തില്ലല്ലോ. പിന്നെ കഴിച്ചിട്ട് വയറ്റിൻ്റെ അവസ്ഥയും വായയുടെ അവസ്ഥയൊക്കെ ഒന്ന് പറയാം. അപ്പോൾ മാന്നാറുള്ള അറേബ്യൻ ഗ്രിൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് വന്നത്. അപ്പം മാന്നാർ സ്റ്റോർ ജംഗ്ഷനിലുള്ള നമ്മുടെ അറേബ്യൻ ഗ്രിൽസ് ആണ്. വേണമെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സജസ്റ്റ് ചെയ്യും എല്ലാവർക്കും. എരിവ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സ്വാഗതം. ടേസ്റ്റിന് എന്തെങ്കിലും കുറവുണ്ടോ? എരിവിന് കുറവുണ്ടോ? അപ്പോൾ അതായത് നിങ്ങൾ ഒരിക്കലും ഇവിടെ സാധാരണ അൽഫാമിന് ഇത്ര എരിവാന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് എരിപ്രിയം ഉള്ളവരാണ്, ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇച്ചി വിയർത്ത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇച്ചി ഫണ്ണി ആയിട്ടൊക്കെ ഇരിക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ സാധനം വന്ന് കഴിച്ചാൽ കേട്ടോ. നമ്മുടെ മാന്നാർ സ്റ്റോർ ജംഗ്ഷനിലാണ് നമ്മുടെ ആ നമ്മുടെ ഹോട്ടൽ. എല്ലാ സാധനങ്ങളും കിട്ടും. ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ഇവിടുന്ന് അങ്ങ് തെറിക്കാം അല്ലേ. നൈറ്റ് ഔട്ടിങ് ആണ്. ഇപ്പോൾ ഏകദേശം 10 മണിയായി. ക്ഷമയുണ്ടെങ്കിൽ വരിക. കാര്യം നല്ല തിരക്കാണ് ഇവിടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ തിരക്കോ കാരണം തന്നെ അല്ല. വയറ്റിനൊക്കെ നല്ല ഒരു സുഖം. അതായത് നമ്മൾ ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, നമുക്ക് നോർമൽ അൽഫാമും ഉണ്ട്, അതുപോലെ തന്നെ പെരി ഉണ്ട്, കാന്താരി ഉണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രമാത്രം ടേസ്റ്റും അത്രമാത്രം നല്ല എരിവുണ്ട്. നല്ല സൂപ്പർ സാധനം, ഒന്നും പറയാനില്ല. ഇത് ഇവിടെ കിളി പോയി നിൽക്കാനുണ്ട്. കിളിക്കൂടും എല്ലാം പോയി കിടക്കുകയാണ്, അടിച്ചു പോയി. ബാക്കി പാഴ്സൽ എടുത്തെങ്കിൽ തന്നെ മനസ്സിലാക്കിക്കോണം. നമ്മൾ ആണുങ്ങൾക്കൊന്നും വലിയ സീനാണെന്ന് തോന്നുന്നില്ല.